ഇന്നൊരു മട്ടൻ കറി ഉണ്ടാക്കാം. അതിന് ആദ്യം ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വയ്ക്കുക. അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് കുറച്ച് ഉലുവ ഇടാം. ഉലുവ പൊട്ടി അതിൽ കറിവേപ്പില ഇടാം. സവാള ഇട്ടുകൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല പെട്ടെന്ന് വഴണ്ട് വരും, അതാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി ഇട്ട് കൊടുത്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. എന്നിട്ടത് മിക്സ് ചെയ്യാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്യാം. പച്ച മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പച്ച മണമെല്ലാം മാറി വന്നിട്ടുണ്ട്. അതിനകത്ത് മട്ടൻ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴെല്ലാം മിക്സ് ചെയ്ത് ഇനി കുക്കർ അടപ്പടച്ച് ഒരു 3 വിസിൽ ചെറിയ തീയിൽ വേവിക്കുക. ഓരോ മട്ടനും ഓരോ വേവാണ്, അതുകൊണ്ട് അതനുസരിച്ച് വിസിൽ വേവിക്കണം. ഇത് 3 വിസിൽ കേട്ടാൽ മതി. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഹലോ ഗേയ്സ്, നമുക്കിന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. അതിൽ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇടാം. അത് നമുക്കൊന്ന് വഴട്ടിയിടുക. ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത് ചൂടായി. ഇനി സവാളയും പച്ചമുളകും ഇടാം. കുറച്ച് ഉപ്പിടാം. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. ഇത് നല്ല വഴണ്ട് വരുന്നത് വരെ വേവിക്കുക. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചിടുക. ഇപ്പോൾ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇടാം. പെരിഞ്ചീരകപ്പൊടി ഇടാം. കുരുമുളക് പൊടി ഇടാം. മിക്സ് ചെയ്യാം. ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടച്ചു കൊടുത്ത് 20 മിനിറ്റ് വേവിപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഞാൻ നോക്കിയാൽ ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ചിക്കൻ വേകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിൽ ജാറെടുക്കാം. അതിനകത്ത് കുറച്ച് തേങ്ങ, നേരത്തെ കൊത്തി വെച്ച കാഷ്നട്ട്, വെള്ളത്തിയിട്ട് കൊത്തി വെച്ച കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ഒഴിക്കുക.
ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല മിക്സ് ചെയ്ത് ചിക്കനിൽ പിടിക്കുന്നത് വരെ 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇത് താളിച്ചൊഴിക്കാനാണ്. പാത്രം ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ പച്ചമുളകും ഒരു ഗാർലിക്കിൽ ഇട്ട് കൊടുക്കുക. കാശ്മീർ ഇട്ട് കൊടുക്കുക. ഒന്ന് വഴട്ടിയിടുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇടാം. ഞങ്ങളതൊന്നും ഇട്ടിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.